സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഇവിടുത്തെ വട്പൂജയാണ്. അതായത് നമ്മുടെ ധനുമാസത്തിലെ തിരുവാതിര വ്രതമൊക്കെ എടുക്കത്തില്ലേ, അത് കണക്കുള്ള ഒരു പൂജയുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ പൂജയ്ക്ക് പോയിട്ട് വന്നപ്പോഴാണ് ഇൻട്രോ എടുക്കണമെന്നുള്ള കാര്യം ഓർത്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ വട്പൂജ എങ്ങനെയാണെന്നും എൻ്റെ കോസ്റ്റ്യൂം എന്തൊക്കെയാണെന്നൊക്കെ കാണണ്ടേ. ഞാനൊരു പക്ക മഹാരാഷ്ട്രനായിട്ടാണ് ഇതിന് റെഡിയായത്. അപ്പം നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് ഞാൻ എടുത്തേക്കുന്ന സാരി മഹാരാഷ്ട്രൻ പൈഠണി സാരി. കേട്ടോ, ഇങ്ങനെയാണ് മഹാരാഷ്ട്രൻ പൈഠണി. ഇതിൻ്റെ ബോർഡർ ഇങ്ങനെ വരുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. പൂജയ്ക്ക് വേണ്ടുന്ന താലി ഒരുക്കുവാണ്. അപ്പോൾ ഞാനിപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനൊന്നും ഉള്ള പൂജകളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിലെ വീഡിയോകളൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഞാനിപ്പോൾ നമ്മുടെ പൂജയുടെ താലി ഒരുക്കുന്നത്. വിളക്ക് വേണം, ഇത് മഞ്ഞൾ, കുങ്കുമം, ഇത് അരി, പിന്നെ ഇത് ഗൗ, അതായത് നമ്മുടെ വീറ്റാണ് വേണ്ടുന്നത്. എൻ്റെ കയ്യിൽ വീറ്റില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നെല്ലുണ്ടായിരുന്നു, നെല്ലെടുത്തു. പിന്നെ ഇത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലാം 1 2 3 4 5 ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇതുണ്ട്. അപ്പം അത് വേണം, അതെല്ലാം പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ ഇത് വസ്ത്രം, അതായത് നമ്മൾ ഓട്ടി നിറയ്ക്കുമെന്ന് പറയും. അതായത് നമ്മൾ തുണി കൊടുക്കും. വള, ഇതിനകത്തെല്ലാം ഉണ്ട്. വള, പൊട്ട്, എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത്. ഇത് ഞാനിപ്പോൾ മേടിച്ചിട്ട് വന്നതൊക്കെ. പച്ച വളയാണ് വേണ്ടുന്നത്. പിന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെ ചുറ്റാനായിട്ട്, ആ മരത്തിൽ ഇങ്ങനെ ചുറ്റാനായിട്ട് വേണ്ടുന്ന നൂല്. പിന്നെ ഇത് പാക്ക് നമ്മുടെ പാക്കുണ്ടല്ലോ, അതായത് പാക്ക് നമ്മൾ ഗണപതി ഭഗവാനായിട്ട് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നതിൽ ഫ്രൂട്ട്സ് ഉണ്ട്. മാംഗോ ഉണ്ട്. മാംഗോ മെയിനായിട്ട് മാംഗോ വേണം. മാംഗോ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. മാംഗോ വേണം, മാംഗോ എടുത്ത് വെക്കാം. മാംഗോ വേണം. പിന്നെ ഇതിനകത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. ഇതിനകത്തുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പേര് പറയാനറിയില്ല. ഞാൻ പറയാം. ഇത് മാംഗോ എനിക്കറിയാം. പിന്നെ ഇതെന്ത് ഫ്രൂട്ട്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഐഡിയ. എന്തോ ഒരു ഫ്രൂട്ട്സ്, അതിൻ്റെ 3 എണ്ണം ഉണ്ട്. പിന്നെ ജാമുൻ, കാല ജാമുൻ, ഇത് നമ്മുടെ നാട്ടിലുള്ളതാണ്. പിന്നെ ചക്കയുണ്ട്, ചക്കപ്പഴം, അതായത് വരിക്കച്ചക്കയുടെ പഴമുണ്ട്. പിന്നെ പൂവുണ്ട്, ഇത് പൂവാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ട് വന്നത്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് സെറ്റ് ചെയ്യട്ടെ. പിന്നെ ഇത് ചെമ്പരത്തി പൂവാണ് ഇവിടെയൊക്കെ ഗണപതി ഭഗവാന് മെയിനായിട്ടും വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെമ്പരത്തി പൂവും ഉണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ. ഞാൻ കഴിഞ്ഞ വർഷം ഈ പൂജ ചെയ്തില്ല, അതിന് മുന്നത്തെ വർഷം ഞാൻ ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യുന്നത് എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. എണ്ണ ഒഴിക്കട്ടെ വിളക്കിൽ. ഞാനെന്താ വിചാരിച്ചാൽ പൂജയുടെ ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റെഡി ആവാമല്ലോ. എനിക്ക് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഇല്ല. എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ അങ്ങ് പോയാൽ മതിയല്ലോ. ഓക്കെ, അപ്പം അത് റെഡിയായി. ഇതെല്ലാം പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ ഇതുണ്ട്, ഇതാണ് വസ്ത്രം. അതായത് നമ്മളിത് ആ മരത്തിലിങ്ങനെ ഇടുന്നത്. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ നമുക്കറിയാവുന്ന രീതിയിലൊക്കെ ചെയ്താൽ മതി. ഭഗവാൻ നമ്മളോട് ഇതായിക്കോളും. തരൂലി കറുത്ത മാല, മംഗൾസൂത്രമായിട്ട് വെക്കുന്നതാ. ഇവിടെയൊക്കെ ഉള്ളവരുടെ മംഗൾസൂത്രം, അതായത് താലി എന്ന് പറയുന്നത് കറുത്ത മാലയാണ്.
പാല് വേണം, പാല്. എനിക്ക് തലേ വെക്കാം. അതാ ഇങ്ങനെ മത്തി ചുറ്റുന്നത്. ഫ്രൂട്ട്സ് മേടിച്ചു. ഈ ഫ്രൂട്ട്സ് നിനക്ക് എന്താന്ന് അറിയാമോ? ഈ ഫ്രൂട്ട്സ് എന്താന്ന് അറിയാമോ? ബ്ലൂബെറി അല്ല, ബ്ലാക്ക് ബെറി അല്ലേ. എന്ത് ബെറിയാന്നുള്ളത് എനിക്കറിയില്ല. എന്താണോ ഒരെണ്ണം ഇവിടെ വെച്ച. ഇത് ജാമുനല്ലേ? ഇത് ജാമുൻ. അത് ചക്കപ്പഴമുണ്ട്. ഒരെണ്ണം ഇവിടെ വെച്ചേക്കാം. നമുക്ക് നോക്കാം എന്തുവാന്നുള്ളത്. ഇപ്പൊ എല്ലായി. എന്നിട്ട് പാല് കൂടി എടുക്കാൻ. പാലെടുക്കുന്ന ഗ്ലാസ് ഉണ്ടായിരുന്നു. ഓ, ഇത് പാലെടുക്കാനാ? അതെന്നാ യൂസ് ചെയ്യാനേ? പാലെടുക്കുന്ന ഗ്ലാസ് കണ്ടോ? ഗ്ലാസ്. ഇത് രാത്രിയിലല്ലേ ചെയ്യാൻ പോന്നെ? രാത്രിയിലല്ല, ഇപ്പഴാ ചെയ്യുന്നത്. 12 മണി കഴിയുമ്പോ. ഓ, എനിക്ക് തോന്നി രാത്രിയിലാ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ എന്നോട് ചോദിച്ചത് ഇപ്പൊ എന്തിനാ റെഡിയാക്കുന്നത്. ഹായ്, എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒരു മറാഠിയായിട്ട് തോന്നുന്നില്ലേ? ഞാനായി മഹാരാഷ്ട്രൻ. ഇങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് പറയൂ. ഞാനൊരു മഹാരാഷ്ട്രനായിരിക്കുവാണ്. നത്ത്, മഹാരാഷ്ട്രൻ്റെതാണ് നത്ത്. കസൂർ, ഈ മാല, ഇതെല്ലാം മഹാരാഷ്ട്രൻ സ്പെഷ്യലാണ്. പച്ചവള, ഇതെല്ലാം മഹാരാഷ്ട്രൻസ് ഇടുന്നതാണ്. എങ്ങനെയുണ്ടെന്ന് പറയൂ. പൂവൊക്കെ വെച്ച് അങ്ങ് സന്തോഷായല്ലേ? സത്യം, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരുങ്ങുന്നത്. കല്യാണ സമയത്തെങ്ങാണ്ട് ഒരുങ്ങിയിട്ടുണ്ട് ഇങ്ങനെ സ്വർണ്ണമൊക്കെ ഇട്ടിട്ടാ. ഇതമ്മ ആദ്യം പ്രാവശ്യം ഇങ്ങനെ ഒരുങ്ങുന്നത് ആദ്യമായിട്ടാ. ഇത്രയും ഇങ്ങനെ ഹെവി ജ്വല്ലറി ഒക്കെ ഇടുന്നത് ആദ്യമായിട്ടാ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഹെവി ജ്വല്ലറി ഒന്നും ഇട്ടിട്ടില്ല. ഹെവിയാ? പിന്നെ ഇതൊക്കെ ഹെവി ജ്വല്ലറി.
ഈ പൂജ ചെയ്യുന്നത് സുമംഗലികളായിട്ടുള്ള സ്ത്രീകളാണ്. ഭർത്താവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് ഈ പൂജ ചെയ്യുന്നത്. പലരും പല രീതിയിലാണ് ഈ പൂജ ചെയ്യുന്നത്. ചിലവർ ഉപവാസം എടുക്കും. ആ ഉപവാസം നിർജ്ജൽ ഉപവാസം എടുക്കുന്നവരുണ്ട്, ഒരു ദിവസത്തെ ഉപവാസം എടുക്കുന്നവരുണ്ട്. ഉപവാസം എടുക്കാതെ ഈ വടുവൃക്ഷത്തിൻ്റെ പൂജ മാത്രം ചെയ്യുന്നവരുമുണ്ട്. അങ്ങനെ പല ടൈപ്പിലാണ് ഈ പൂജ ചെയ്യുന്നത്. പൂജ ചെയ്തതിന് ശേഷം നമ്മൾ ഹൽദി കുങ്കും, അതായത് മഞ്ഞളും കുങ്കുമവും പരസ്പരം നെറ്റിയിലിട്ട് കൊടുത്തിട്ട് ഓട്ടി നിറയ്ക്കാന്ന് പറയും. ഓട്ടി നിറയ്ക്കുമ്പോൾ നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ്, ഈ ഒരു പൂജയ്ക്ക് മെയിനായിട്ടുള്ളത് മാംഗോയുടെ ഫ്രൂട്ട്സാണ് ഉപയോഗിക്കുന്നത്. ഒരു മാംഗോയും കുറച്ച് അരിയോ അല്ലെങ്കിൽ കുറച്ച് വീറ്റോ, അതായത് നമ്മുടെ ഗോതമ്പോ നമ്മൾ പരസ്പരം അവരുടെ സാരിയുടെ ഇങ്ങനെ മുന്താണിയിൽ വെച്ച് കൊടുക്കും. എങ്ങനെയുണ്ട് എന്നത്തെ എൻ്റെ ഈ ലുക്കൊന്നൊന്ന് പറയണേ. മസാല മഹാരാഷ്ട്ര എല്ലാവരും പറഞ്ഞു, ഞാൻ മഹാരാഷ്ട്രൻ ലുക്കിൽ കാണുന്നത് നല്ല രസമുണ്ട്, പക്ക മഹാരാഷ്ട്രനെയാണ് കാണുന്നത്, പക്ക മഹാരാഷ്ട്രനെ കാണുന്നത് എല്ലാവരും പറഞ്ഞു. നീ എന്താ പറയുന്നതല്ല? പക്ക മഹാരാഷ്ട്രൻ സാരിയാണത്. നമുക്ക് മഹാരാഷ്ട്രൻ മുൽഗി സൂപ്പർ. എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ ലുക്ക്. എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ ലുക്ക്. മുൽഗി ഇതാണ് ഇവിടുത്തെ മംഗൾസൂത്രം, കണ്ടോ? ഇതും എന്തോ ഒരെന്ന് പറയും, എനിക്കത്ര അങ്ങോട്ട് അറിയാൻ വയ്യ. എന്തോ ഒരു മാലയുടെ പേര് ഇവർ പറയും, എനിക്കത്ര അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ധോത്തി കണക്കാ, അതേ കണ്ട ധോത്തി കണക്കാ. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ. ഇങ്ങനെയാണ് മഹാരാഷ്ട്ര. എല്ലാം അഴിച്ചു വെക്കട്ടെ. ഇത്ര ഉത്സവം നോക്ക്. ഇതാണ് നത്ത്. ഊരാൻ പറ്റുന്നില്ല. ഈ സാരി വയ്ക്കണം, നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. ഹായ്, ദേ ആ അവതാരത്തിൽ നിന്നും ഇപ്പം ദേ ഈ അവതാരത്തിലേക്ക് വന്നു. എല്ലാം ഊരി കളഞ്ഞു. അപ്പോഴാണ് ഒരു സമാധാനമായത്. ഹെവി ജ്വല്ലറി അല്ലേ? കാരണം എനിക്ക് അങ്ങനെയൊന്നും ഇട്ട് ശീലമില്ല. ഞാനങ്ങനെ അധികം ഹെവി ജ്വല്ലറി ഒന്നും ഉപയോഗിക്കാറില്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജ്വല്ലറിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് ഒന്നും വിട്ടില്ല. എല്ലാവരും ഹെവി ജ്വല്ലറി ഇട്ടേ വിട്ടു, ഇട്ടേ വിട്ടു. അതുകൊണ്ട് ജബർദസ്തി എന്നെ കൊണ്ട് ഇടിപ്പിക്കുമായിരുന്നു. എന്തുവാടാ നീ പറ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കട്ടെ. മേലത്തെ അവരെല്ലാവരും കൂടെ എന്നെ കൊണ്ട് അങ്ങ് ജബർദസ്തി നിർബന്ധിപ്പിച്ച് ഇടിച്ചതാ. ഞാൻ പറഞ്ഞതാ വേണ്ട, ഇതെന്നൊക്കെ വേണ്ടാന്ന് പറഞ്ഞതാ. ഇത് സമ്മതിക്കൂല. ഹിട്ടേ പറ്റത്തോളം എന്ന് പറഞ്ഞോണ്ട് എന്നെ കൊണ്ട് ജബർദസ്തി ഇടിപ്പിച്ചു. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ലതാണ്. ആരും പോലും ഒരു മനുഷ്യര് പോലും കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ലതാണ്. അതല്ലേ നമുക്ക് വേണ്ടുന്നത്. ഞാൻ കടലക്കറി വെച്ചിട്ടാ പോയത്. എൻ്റെ കൈ പൊള്ളി, വെള്ളം കൊണ്ട്. പെട്ടെന്ന് ഒരു ജീര റൈസും ഉണ്ടാക്കാം. ഞാൻ പെട്ടെന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ വീഡിയോ? അതെനിക്ക് എൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും ഒന്ന് പറയണേ. അപ്പോൾ നമുക്ക് നാളെ കാണാം മറ്റൊരു വീഡിയോമേ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.